കണ്ടിരിക്കാം. നരേനും മീര ജാസ്മിനും ഒക്കെ നന്നായിട്ട് ഉണ്ട്. നല്ല കഥയാണ്. മീര ജാസ്മിൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മൂവിയാണ്. കുറെ ദിവസത്തിന് ശേഷം കൊള്ളാം. നല്ലതായിരുന്നു. നല്ലതാ, നല്ല അഭിനയം, നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല പടം. പടം കൊള്ളാം. നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം തന്നെ. ക്യൂൺ എലിസബത്ത് ആണ്. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കാം. പിന്നെ ഇവരുടെ കോംബോ കിടിലമായിരുന്നല്ലോ. നരയനും മീര ജാസ്മിന്റെ കോംബോസ് ഒക്കെ ഒരു മിന്നാമിന്നി കൂട്ടത്തിന് ശേഷം ഒരു നല്ലൊരു വർക്ക് തന്നെ പറയാം. അത്യാവശ്യം ചില പോരായ്മകൾ പടത്തിലുണ്ടെങ്കിലും പത്മകുമാർ സാറിന്റെ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന ഒരു അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും കാണേണ്ട മൂവിയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? പിന്നെ ഫാമിലീസ് വരാം കാണാം. ഇപ്പം നേരൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഇതാണ് ഒരു കംബാക്ക് എന്ന് പറയാം മീര ജാസ്മിന്റെ. ഒരു ആവറേജ് പടം, ഫീൽ ഗുഡ് മൂവിയാണ്. മീര ജാസ്മിന്റെ തിരിച്ചുവരവെന്ന് പറയാം. കാരണം മീര ജാസ്മിൻ കുറെ കാലത്തിന് ശേഷം അഭിനയിച്ചതുകൊണ്ട് മീര ജാസ്മിന്റെ തിരിച്ചുവരവെന്ന് പറയാം. നല്ല സിനിമ തന്നെയായിരുന്നു. ഫാമിലി ആയിട്ട് വന്ന് കണ്ടിരിക്കാം. മീര ജാസ്മിന്റെ ഇഷ്ടപ്പെടുന്നവർക്ക് മീര ജാസ്മിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഇമോഷണൽ ഒരു ഫാമിലി മൂവി.